നിക്ക് ഇങ്ങ വന്നേ. സ്പെഷ്യൽ അഡ്മിഷനാണ്. ഒരു വീക്കായി ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട്. ഇന്നലെ കൂടെ പറഞ്ഞല്ലേ. യൂണിഫോം ഇല്ലാണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഒരു ഡ്രീമാണെങ്കിലോ? സോറി സാർ, ഒരു തലവേദന പോലെ. ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ? നീ ക്ലാസ്സിലോ ശ്രദ്ധിക്കില്ല, കോളേജിൽ ഒരു മാനേഴ്സും കീപ്പ് ചെയ്യില്ല. സ്പോർട്സ് ആയതുകൊണ്ട് എല്ലാം ആവുന്നതാണോ? സോറി സാർ. ഔട്ട്. സ്റ്റീവൻ നിന്നെ, നീ കോളേജ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് പോയാൽ മതി. അവൻ്റെ ഒരു പ്രിവിലേജ്. അതെ, അപ്പം ഞാൻ കണ്ട സ്വപ്നത്തിൽ എന്നെ കൊന്നത് എനിക്ക് എന്നെ തടയണമായിരുന്നു. നീ തോറ്റുപോയി. ഞാൻ ആഗ്രഹിച്ച ഒന്നും നിനക്ക് കിട്ടിയില്ല. നിൻ്റെ വർഷങ്ങളായുള്ള ട്രെയിനിങ്, നിൻ്റെ ഹാർഡ് വർക്ക് എല്ലാം വേസ്റ്റായി. പക്ഷേ നീ എല്ലാം ഇട്ടറിഞ്ഞു പോയി. വീണ്ടും ഒന്ന് ശ്രമിക്കാതെ, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ പോയി. യു വെർ ബ്രോക്കൺ. അതുകൊണ്ട് നീ എന്നെ കൊന്നു. അല്ല, എല്ലാം ഇട്ടെറിഞ്ഞു പോയി അവനാ ഞാൻ. നീ അവനെ പോലെ ആവില്ലേ. നിനക്ക് ഞാനൊരു സെക്കൻഡ് ചാൻസ്. ഞാൻ പറയുന്ന മൊത്തം കേൾക്ക്. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യേ. നീ പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കണോ? നീ പറഞ്ഞതൊക്കെ സത്യമെന്ന് എന്താ എത്ര ഉറപ്പ്?
നിന്നെ വിശ്വസിപ്പിക്കാൻ എൻ്റെ ഒന്നുമില്ല. പക്ഷെ നാളെ നീ വീണ്ടും എണീക്കും. അപ്പം നിനക്ക് എല്ലാം മനസ്സിലാവും. നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കരുത്. പറയടാ. സെലക്ഷൻ റിസൾട്ട് വന്ന് നിനക്ക് കിട്ടിയില്ല. സാരമില്ല, 3 മാസം കഴിഞ്ഞാൽ ഒരു റൗണ്ട് കൂടി ഇല്ലേ, അതിന് നോക്കാം. അപ്പടാ ശരി എന്നാൽ.